ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് രാവിലെ ഞങ്ങളെല്ലാവരും കൂടെ ഇല വെട്ടാൻ ഇങ്ങനെ പോവുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഇലയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കൈതാടിയിലുള്ള ഒരു അയ്യത്ത് ഇങ്ങനെ ഇല വെട്ടാനായിട്ട് ഞാനും മക്കളും എല്ലാവരും കൂടെ തോട്ടയൊക്കെ കൊണ്ട് ഇങ്ങനെ പോവുക. ഞാൻ ഇല വെട്ടാൻ ഇറങ്ങില്ല കേട്ടോ. അവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇറങ്ങില്ല. ഇക്ക മാത്രമേ ഇറങ്ങിയുള്ളൂ. അപ്പോൾ എസിമിക്കുട്ടി ഞാനും കൂടെ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ നിന്ന്. പക്ഷേ എസിമിക്കുട്ടീനെ ഇറക്കാക്കത്തില്ല. അത് നല്ല കാട്, നല്ല പക്ഷേ രസം കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷേ ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ ഇലയൊക്കെ വെട്ടി ഞങ്ങൾ തിരിച്ച് കയറി. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ആദ്യം വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നത്. പിന്നെ പ്ലാനുകളൊക്കെ പെട്ടെന്ന് മാറി. അങ്ങനെ ഇക്കാടെ വീട്ടുകാരെല്ലാവരും കൂടെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ തട്ടിക്കൂട്ടി ഞാനും ഇക്കായും കൂടെ. ഇക്കായ കേട്ടോ പകുതി കൂടുതൽ ജോലിയും ഇതിനകത്ത് സഹായിച്ചേക്കുന്നത്. മൊത്തം ഇക്കായ സാധനങ്ങളിൽ തേങ്ങയെല്ലാം തിരിങ്ങി തന്നു, ചോറ് വെച്ച് തന്നു. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് പറക്കി പെട്ടെന്ന് വേവിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കട്ടയ്ക്ക് നിന്ന് നല്ല രീതിയിൽ ഒരുവിധം എല്ലാം ഒപ്പിച്ചു കേട്ടോ. പായസം മീരാത്ത കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് പായസം ഞാൻ ഉണ്ടാക്കിയില്ല. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേന് റൂബീത്തായും ഉമ്മായും ഒക്കെ ചോറ് കഴിച്ചു. ഇക്ക അതിന് മുമ്പ് ഇക്ക ആദ്യമേ ഇരുന്ന് കഴിച്ചു കേട്ടോ. കാരണം വരുമ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേന് എസിമി കുട്ടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എസിമി കുട്ടിക്ക് ചോറ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേന് നെജുക്കുട്ടൻ പയ്യെ വന്നു. നെജുക്കുട്ടൻ കഴിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ മീരാത്ത എസിമിക്ക് ഒരു ഉടുപ്പൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് രണ്ട് എസിമി ഇട്ടേക്കുന്ന ഉടുപ്പ്. ഭയങ്കര സന്തോഷമായി എസിമിക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും, ഞാനും മീരാത്തായും പിള്ളേരും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ. ബൈ ബൈ.